എടി നാളത്തെ കഴിഞ്ഞ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ടേ? നാളെ ഹോളിഡേ അല്ലേ? എടി അതല്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് എഴുതാം. നിനക്കും ഉണ്ടോ അത്? അച്ഛൻ പേര് സെയിം കളറാ, കണ്ടോ? ഇത് പിങ്കി. നീ ആരും പേര് കേട്ടോ? അന്നാ ഇത് റോസി. പിങ്കി, റോസിക്ക് ഹായ് പറഞ്ഞേ. ഹലോ. ജിജോ, ജിജോ നിനക്ക് മര്യാദക്ക് ഇരുന്നോടെ? ജിജോ എടി നീ വരുന്നുണ്ടോ? വാ എടി പ്ലീസ് 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 പ്ലീസ്. സിൻസി നീ വരുന്നുണ്ടോ? എടി പ്ലീസ്. ജിജോ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെറുതെ അവളെ ചൊറിയാൻ നിൽക്കരുതെന്ന്. ഞാൻ അവള് പോകാൻ വേണ്ടി തന്നെ പറഞ്ഞതാ. നിന്റെ കൈങ്ങ വന്നേ. എന്തിനാ? താടി. ഇഷ്ടപ്പെട്ടു? നാളെ വരില്ലേ? വരാം. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് വന്നേ. ഇന്നേരം കൊണ്ട് ഞാൻ തോറ്റു. എന്തായിരുന്നു അവിടെ? ഒന്നുമില്ല സാർ, പുതിയ മോതിര സിൻസ് മേടിച്ച് അതിനെ കാണിച്ചു തരും, അത്രേ ഉള്ളൂ. ഈ പ്രായം കഴിഞ്ഞ് തന്നെ ഞാനും ഇവിടെ വന്നത്. ഇനി മേലാൽ നിങ്ങളെ രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കണ്ടാൽ ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. മനസ്സിലായോ? യെസ് സാർ. ഓ എവിടെ രണ്ടുപേരും വെള്ളത്തിൽ ഒലിഞ്ഞു കയറുന്ന പോലെ പോണത്? നീ അങ്ങോട്ട്, നീ ഇങ്ങോട്ട്. അല്ല പിന്നെ സാർ, മാലിക്കേ എനിക്ക് വയ്യടാ, ഞാൻ പോകണം. എന്ത് പറ്റി സാർ? പട്ടിയത് ഇന്നലെ പറഞ്ഞില്ലേ, വണ്ടിയിൽ നിന്ന് വീണതാ, തീറ്റി എടുക്കണം. അതുവഴി ഞാനങ്ങ് വീട്ടിൽ പോകും. ഇതൊക്കെ എടുത്ത് അടിക്ക് പറക്കി വെച്ചേരി. ആന്റണി സാർ, ഈ വീടിനെന്താ കണ്ണായി വീടിന് പേരിടാൻ കാരണം? അതറിയില്ല സാർ. ചിലപ്പോ ഈ കണ്ണായ സ്ഥലത്ത് വീട് വെച്ചോണ്ടായിരിക്കും കണ്ണായി വീടെന്ന് പേര് വന്നത്. നിനക്ക് ഒടുക്കത്തെ ബുദ്ധിയാ കേട്ടോ ഷെരീഫേ, ഇവനെ കണ്ടു പഠിച്ചു. നമസ്കാരം. ഇതാരാ, വാനവനോ? പിന്നെ ഇതെവിടുന്ന കരച്ചിലേട്ടെന്ന് പറഞ്ഞു? അപ്പുറത്തെ സൈഡിൽ. ഈ സൈഡിലോ? അതെ. അപ്പൊ ഇയാളുടെ സംശയം ഒന്ന് തീർത്തിട്ട് തന്നെ കാര്യം. വാ. പഴയതാണെങ്കിലും ഈ തടിയൊക്കെ നല്ലതാണ്. തുറന്നു കിടക്കരുത്. നോക്കി കിടക്കുക കേട്ടോ, വല്ല പാമ്പോ പുലിയൊക്കെ കാണും. ഇല്ല സാർ, ഇവിടെ അങ്ങനെ ആരും വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഇവിടെ പ്രേതമൊക്കെ ഉണ്ടെന്ന് എല്ലാരും പറയണേ. എനിക്ക് ഈ പ്രേതത്തിലും കഥയിലും ഒന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഇതുപോലെ കേസിൽ കിടക്കുന്ന എല്ലാ വീടുകളെ പറ്റിയും കാണും നാട്ടുകാരുടെ വക ഒരു കഥ, പ്രേതക്കഥ. വാനവന് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഇല്ലല്ലോ. ചില സമയത്ത് അറിയാതെ പേടിച്ചു അല്ലേ? നിങ്ങള് ആത്തൊക്കെ കയറി നോക്ക്. ചെറുപ്പേ. അതെ സാർ, ഇവിടെ ഈ കഞ്ചാവ് പിള്ളേരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണോ ഇത്? എനിക്കറിയില്ല സാർ, ഞാൻ ഈ അടുത്താ ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പോഴാ ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടത്. ഓ, എന്നാൽ ഇതുപോലൊരു ബംഗ്ലാവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഷെരീഫേ, പ്രയത്നം വല്ലതും കണ്ടോ? ഇല്ല സാർ. പുറത്തു വല്ലതും പോയി കാണുമല്ലേ? അതെ, ഈ ബീഡിക്കുറ്റി, ഒഴിഞ്ഞ മദ്യക്കുപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഏയ്, ഒന്നുമില്ല സാർ.
അപ്പോൾ ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട്. അതെ വനമാ, ഓ ഇനി സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടാൽ എന്നെ അപ്പോൾ വിവരം ഓ. അറിയിക്കണം. പിന്നെ ഇത് നിന്റെ സ്ഥലമല്ലേ? അതെ സാർ. അപ്പം നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവിടെ വേണം. ശരി സാർ. ശരി സാർ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ കൂടി ഇടിഞ്ഞ് തല വീഴുന്നതിന് മുമ്പ് പോവാം. ഓ സർ. വാ. ടീറ്റി എടുത്തായിരുന്നോ? നല്ല ക്ഷീണം, ഞാൻ കിടക്കട്ടെ. എന്ത് പറ്റി? അതെന്താണ് ഈ പോലീസുകാർ അങ്ങനെ പറഞ്ഞു? ഞാൻ കേട്ടതല്ലേ. പനിയുണ്ടോ? അത് ടി എടുത്തതിൻ്റെയാ. നീ കുറച്ച് വെള്ളം ചൂടാക്ക. മമ്മി ഞാൻ ഉച്ചയ്ക്ക് എത്തിയേ. പപ്പ വന്നിട്ട് പോയാ പോരെ മോളെ? പപ്പ കൊണ്ടുവിടും. നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ മമ്മി, ഞാൻ നടന്നോളാം. ഇനിയിപ്പോ അതിനു വേണ്ടി പപ്പയെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. കുടിച്ചോളൂട്ടോ. ടാറ്റാ. എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. നിന്നോട് ആരാ പറഞ്ഞ നേരത്തെ വരാൻ? ദേ ഞാൻ ഓൺ ടൈമാ. നോക്കട്ടെ, ഇന്ന് എന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടല്ലോ. സിൻസി, നീ അങ്ങോട്ട് മറിക്കൂ, ഞാൻ പിന്നാലെ വരാം.